PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്മാൻ, മാട്രൺ, ഗ്രേഡ് 1 തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് സിലബസിനെ കവർ ചെയ്തുകൊണ്ട് 70 ഡേ ചലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 70 ഡേയിൽ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നമ്മൾ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കറണ്ട് അഫയർ ആണ്. കറണ്ട് അഫയറിന്റെ ക്ലാസ് നമ്മൾ ഇടയ്ക്കായിട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു കറണ്ട് അഫയർ ക്ലാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ ഭാഗം ഓൾറെഡി എടുത്തു, മൂന്നാമത്തെ ഭാഗം ഓൾറെഡി എടുത്തു കഴിഞ്ഞു, നാലാമത്തെ ഭാഗവും നമ്മൾ എടുത്തു തീർന്നു, അഞ്ചാമത്തെ ഭാഗമാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? വിവിധ വൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ടാണ് കേട്ടോ. വിവിധ വൈദ്യുത പദ്ധതികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ സ്റ്റോർ കീപ്പർ, അറ്റൻഡർ, സെയിൽസ്വുമൺ, അറ്റൻഡർ ഗ്രേഡ് തുടങ്ങിയ തസ്തികൾക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. മോഡൽ പരീക്ഷകൾ, അതായത് പരീക്ഷയ്ക്ക് പോകുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ വരിക, നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് ഏത് ഭാഗത്തിനാണ് തിരിച്ചറിയാനും, വീക്കായുള്ള പോർഷൻസ് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 മോഡൽ എക്സാംസ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ PSC അതേ മാതൃകയിൽ ഒരു ചോദ്യം 4 ഓപ്ഷൻ എന്ന രീതിയിൽ അതേ മാതൃകയിലായിരിക്കും നമ്മൾ ഈ മോഡൽ എക്സാം എല്ലാം നടത്താൻ പോകുന്നത്. ഓരോ മോഡൽ എക്സാം ഓരോ ദിവസം വെച്ച് നടത്തും. മോഡൽ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അന്ന് നടത്തിയ മോഡൽ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ നമ്മുടെ ഈ പരീക്ഷയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മോഡൽ എക്സാം ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ മോഡൽ എക്സാമിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിനോ നമ്പറിലോ എന്താണ് മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഈ പോർഷനെ മുഴുവൻ, ഈ കാണുന്ന പോർഷനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടായിരിക്കും മോഡൽ എക്സാം നടത്തുന്നത് കേട്ടോ. കൃത്യമായിട്ട് PSC അതേ മാതൃകയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മോഡൽ എക്സാം നടത്തുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും മോഡൽ എക്സാമിൽ പങ്കെടുക്കാനോ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് അയക്കുക. മോഡൽ എക്സാം ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഉടനെ തന്നെ തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം മുതൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മോഡൽ എക്സാമിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് മോഡൽ എക്സാം ഒരു ചോദ്യം 4 ഓപ്ഷൻ രീതിയിൽ നമ്മൾ PSC മാതൃകയിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും ഏതൊക്കെ പോർഷനാണ് വീക്ക് എന്ന് കണ്ടുപിടിക്കാൻ, അത് കുറച്ചും കൂടി ഇനിയുള്ള ടൈമിൽ അത് കൂടുതൽ നന്നായിട്ട് പഠിക്കാനും കറണ്ട് അഫേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി എല്ലാ മേഖലയും, ഈ കൊടുത്തിരിക്കുന്ന എല്ലാ മേഖലയും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മോഡൽ എക്സാം നടത്തുക കേട്ടോ. വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് പഠിക്കാം വിവിധ വൈദ്യുത പദ്ധതികൾ. അപ്പോ അതിൽ ഫസ്റ്റ് നമുക്ക് ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പഠിക്കാം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ് കേട്ടോ. പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക. കേരളത്തിൽ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഇടുക്കിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇപ്പൊ തന്നെ പഠിച്ചോളാം, ചെങ്കുളമാണ്. 1954 വന്നിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസൽ. ഏതാണ്? പള്ളിവാസലാണ്. 1940 മുതിരമ്പുഴയിലാണ് ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത്. പള്ളിവാസൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുതി ആരംഭിച്ചത് കണ്ണൻ ദേവനാണ് കേട്ടോ. പള്ളിവാസൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ്? കണ്ണൻ ദേവനാണ്. 1990 കാലഘട്ടങ്ങളിൽ കണ്ണൻ ദേവനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 4 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നതെന്നാണ് 1975 ഒക്ടോബർ 4 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട് ആണ് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 4 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 750 മെഗാവാട്ട് ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിന് ബന്ധപ്പെട്ട് സഹകരിച്ച രാജ്യം. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി സഹകരിച്ച രാജ്യം ഏതായത്? ഇതാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാനഡയാണ്. ഏതാണ്? കാനഡ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ് കേട്ടോ.
കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാ? അത് ചൈനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റമാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മൂലമറ്റം. എവിടെ മൂലമറ്റം? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. 1972 മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വരുന്നത്. എന്നത്? കുറ്റ്യാടിയിലാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ എന്താണ്? പള്ളിവാസ സ്വകാര്യ ആവശ്യത്തിന് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവനാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 4-നാണ്. ഇപ്പൊ തന്നെ പഠിച്ചോളണം. എന്നാ 1970 ഉൽപാദന ശേഷി എത്രയാ? 780 മെഗാവാട്ട് ആണെന്ന് ഓർക്കുക കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. അതുപോലെ തന്നെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാ? ചൈനയാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാ? അത് നമ്മുടെ മൂലമറ്റ. എവിടെ മൂലമറ്റം? ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ് കേട്ടോ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? കുറ്റ്യാടിയാണ്. എവിടെ? 1975 കുറ്റ്യാടി പദ്ധതി വരുന്നത്. ഇനി നമുക്ക് ഓരോ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ഡാമുകൾ ഒന്ന് പഠിക്കാം. ജലവൈദ്യുത പദ്ധതി ഡാമുമായി ബന്ധപ്പെട്ട് റിലേറ്റ് നിൽക്കുന്നല്ലേ. അപ്പൊ അണക്കെട്ടുകൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇടുക്കി അണക്കെട്ടിനെയാണ് കേട്ടോ. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്താണ്? ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് ഇത് ഇടുക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, ഏഷ്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമാണ് ഇത് ഇടുക്കി അണക്കെട്ട്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാ. ഏത് നദിയിലാ? പെരിയാർ നദിയില്. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറുവൻ കുറത്തി മലകൾക്കിടയിലാണ്. കുറുവൻ കുറത്തി മലയെ യോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാ? കാനഡയാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന്റെ സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി മൂപ്പൻ ആരാണ്? കോലമ്പൻ മൂപ്പനാണ് കേട്ടോ. കോലമ്പൻ മൂപ്പനാണ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി മൂപ്പൻ. ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 30-നാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നത് 1976. ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റ. എവിടെയാണ്? മൂലമറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ എന്നാണ് നമ്മൾ പറഞ്ഞു? ഇടുക്കി ഡാമിനെ കുറിച്ചിട്ടാണ് പഠിച്ചു പോയത്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. ഏഷ്യയിലെ ആദ്യത്തെ ഇപ്പൊ തന്നെ പഠിച്ചോളണം. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം, ആദ്യത്തേതും ഏറ്റവും വലുതുമാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. എവിടെയാണ്? പെരിയാർ നദിയിലാണ്. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? കാനഡയാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി മൂപ്പൻ കോലമ്പൻ മൂപ്പനാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 30-നാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് 1976. ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? മൂലമറ്റത്താണ് സ്ഥാപിതമായത് എന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് നെയ്യാർ ഡാമിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ഡാം പണി കഴിപ്പിച്ച വർഷം 1958. എന്നാ പണി കഴിപ്പിച്ചേ? 1958-ലാണ് നെയ്യാർ ഡാം പണി കഴിപ്പിക്കുന്നത്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. അപ്പോ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ ഡാം പണി കഴിപ്പിച്ചത് 1958-ലാണ്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രമാണ് ഏത്? നെയ്യാർ ഡാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പീച്ചി ഡാം ആണ് കേട്ടോ. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്ന നദി മണലി നദിയിലാണ് പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത്. 1957-ലാണ് നിർമ്മിക്കപ്പെട്ടത് കേട്ടോ. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. നദി മണലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1957-ലാണ് നിർമ്മിക്കപ്പെട്ടത്. നെക്സ്റ്റ് തെന്മല ഡാം ആണ് കേട്ടോ. തെന്മല ഡാം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലസേചന പദ്ധതിയാണ്. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാണ്. കൊല്ലം ജില്ലയിലെ കല്ലടയിലാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നിർമ്മിച്ചത് 1961-ലാണ് നിർമ്മിക്കപ്പെട്ടത്. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ്. സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാണ്. കൊല്ലം ജില്ലയിലെ കല്ലടയിൽ സ്ഥിതി ചെയ്യുന്നതു. സ്ഥാപിക്കപ്പെട്ടത് 1961-ലാണ്. എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1961-ലാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ബാണാസുര സാഗർ ഡാം ആണ് കേട്ടോ. ബാണാസുര സാഗർ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ആണ് ഏത്? ബാണാസുര സാഗർ ഡാം കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം കൂടിയാണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയാണ്. വയനാട് ജില്ലയിലെ കബനി നദിയിലാണ് ബാണാസുര സാഗർ ഡാം
സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിക്കപ്പെട്ട ഡാം കൂടിയാണ് കേട്ടോ ബാണാസുര. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിക്കപ്പെട്ടതും എവിടെ തന്നെയാണ്? ബാണാസുര സാഗർ ഡാമിൽ തന്നെയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാമാണ്. ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്ന നദി വയനാട് ജില്ലയിലെ കബനി നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് ഏത്? ബാണാസുര സാഗർ ഡാം എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് വൺ മലമ്പുഴ ഡാമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് ഏത്? മലമ്പുഴ ഡാം എന്ന് പറയുന്നത്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1955-ലാണ്. അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായ കാമരാജ് ആണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി മലമ്പുഴ നദിയാണ്. അതായത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഈ മലമ്പുഴ നദി കേട്ടോ. ആ നദിയിലാണ് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴ ഗാർഡൻ ആട്ടോ. മലമ്പുഴ ഡാമിനോട് ചേർന്ന് തന്നെയുള്ള മലമ്പുഴ ഗാർഡൻസ് ആണ് കേരളത്തിന്റെ വൃന്ദാവനം എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട്. അപ്പൊ ഈ മലമ്പുഴ ഗാർഡൻ ആണ് ഈ കേരളത്തിന്റെ വൃന്ദാവനം എന്ന് അറിയപ്പെടുന്നത്. മലമ്പുഴയിലെ യക്ഷി, വളരെ പ്രശസ്തമായിട്ട് മലമ്പുഴയിലെ യക്ഷി ശില്പം പണി കഴിപ്പിച്ച ആരാണ്? കാനായി കുഞ്ഞിരാമനാണ് ഈ മലമ്പുഴയിലെ യക്ഷി ശില്പം പണി കഴിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ എന്നും മലമ്പുഴ അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ ഈ ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ എന്ന് അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മലമ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക്, ഫാന്റസി പാർക്ക് ഈ മലമ്പുഴ അണക്കെട്ടിന്റെ സമീപമാണ് ഈ ഫാന്റസി പാർക്കും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ടൂർ പോകുന്ന എല്ലാവരും മലമ്പുഴ പാർക്ക് അല്ലെങ്കിൽ മലമ്പുഴ ഗാർഡൻസ് കണ്ടിട്ട് പിന്നെ ഈ ഫാന്റസി പാർക്കിലൊക്കെ പോയിട്ടാണല്ലേ പോകുന്നത്. അപ്പോ കേരളത്തെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ഏതാണ്? മലമ്പുഴ ഡാം ആണ്. മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത് 1955-ലാണ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായ കാമരാജ് ആണ്. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി മലമ്പുഴ നദിയാണ്. അതായത് ഭാരതപ്പുഴ പോഷക നദിയുടെ മലമ്പുഴ നദിയിലാണ് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഗാർഡൻ അറിയപ്പെടുന്നത്. മലമ്പുഴയിലെ യക്ഷി ശില്പം പണി കഴിപ്പിച്ച് കാനായി കുഞ്ഞിരാമനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ എന്നാണ് മലമ്പുഴ ഗാർഡൻസ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നതും എവിടെയാ? മലമ്പുഴ അണക്കെട്ടിന്റെ സമീപമാണെന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ മുല്ലപ്പെരിയാർ ഡാം അല്ലെ. മുല്ലപ്പെരിയാർ ഡാം ഓരോ മഴക്കാലഘട്ടങ്ങളിലും വാർത്തയിൽ ഇടം പിടിക്കുകയും പിന്നീട് മഴക്കാലം കഴിഞ്ഞു കഴിയുമ്പോൾ വാർത്തയിൽ നിന്ന് മാഞ്ഞു പോവുകയും എല്ലാവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യുന്ന വർഷം മുല്ലപ്പെരിയാർ ഡാമാണ് കേട്ടോ. എല്ലാവരും ഭീതിയോടെ കാണപ്പെടുന്ന, കേരള ജനത മൊത്തം ഭീതിയോടെ കാണപ്പെടുന്ന ഒരു ഡാമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം അല്ലെ. എല്ലാ മഴക്കാലം ആകുമ്പോഴത്തേനും എല്ലാ ന്യൂസ് ചാനലിലൂടെ വരികയും മഴക്കാലം അവസാനിക്കുമ്പോൾ വളരെ ഇതായിട്ട് അപ്രതീക്ഷിതമാവുകയും ഇപ്പോഴും ചർച്ചകളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായി പോവുകയും ചെയ്യുന്ന വർഷാവർഷത്തിൽ വിരുന്ന് വരുന്ന ഒരു ഡാം കൂടിയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം അല്ലെ. സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാ? ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1887-ലാണ് പണി തുടങ്ങിയത്. ഡാം കമ്മീഷൻ ചെയ്തത് 1895-ലാണ്. ഈ ഒരു ഡാമിന്റെ ശില്പി ജോൺ പെന്നിക്യുക്ക് ആണ് ഈ ഡാമിന്റെ ശില്പി എന്ന് പറയുന്നത്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ലോർഡ് വെൻലോക്ക് ആണ് 1895-ൽ ഈ ഡാം ഉദ്ഘാടനം ചെയ്ത്. പാട്ടക്കരാറിൽ ഒപ്പുവെച്ചത് 1886 ഒക്ടോബർ 29, അതായത് 999 വർഷത്തേക്കാൾ മുല്ലപ്പെരിയാർ പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചത് വി രാമയ്യങ്കാർ തിരുവിതാംകൂർ ദിവാനും JC ഹാനിട്ടണുമാണ് ഈ ഒരു പാട്ടക്കരാറിൽ ഒപ്പുവെച്ചത്. വി രാമയ്യങ്കാർ തിരുവിതാംകൂർ ദിവാനും JC ഹാനിട്ടൺ മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്നു. കരാർ പുതുക്കിയത് 1970 C അച്യുതമേനോനാണ്. മുല്ലപ്പെരിയാർ ഡാം പണി നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം ഏതാ? സുർക്കി മിശ്രിതമാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം മുല്ലപ്പെരിയാർ പണി കഴിപ്പിച്ചിട്ട് എത്രയോ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും അതിനൊരു മാറ്റം, ഡാം ഡീകൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് പുതിയൊരു ഡാം പണിയാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇത്രയും ഭരണാധികാരികൾ കേരളത്തിൽ ഉണ്ടായിട്ടും ഇതിനു വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തികളോ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും മാറാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് പഠിക്കാം. മുല്ലപ്പെരിയാറിന്റെ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. ഇടുക്കി ജില്ലയിലെ പെരിയാർ. മുല്ലപ്പെരിയാറിന്റെ ഡാം പണി തുടങ്ങിയ വർഷം 1887-ലാണ്. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത് 1895-ലാണ് കേട്ടോ. മുല്ലപ്പെരിയാറിന്റെ ശില്പി ആരാണ്? ജോൺ പെന്നിക്യുക്ക് ആണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത് ലോർഡ് വെൻലോക്ക് ആണ് 1895 കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോയത്. അപ്പൊ ജലവൈദ്യുത പദ്ധതി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പദ്ധതികൾ കൂടി നോക്കേണ്ടതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആ താപവൈദ്യുത പദ്ധതി മാത്രമല്ല, അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളോട് കൂടി നോക്കണം. അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. കാരണം ഒത്തിരി ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കും. കുറച്ച് കാര്യം കൊണ്ട് റിലേറ്റഡ് ഫാക്ടറായിട്ട് നോക്കാനുണ്ട്. ഒറ്റ ക്ലാസ് ആകുമ്പോൾ ഒരുപാട് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, പഠിക്കാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാം കേട്ടോ.
ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ അതുപോലെ നമ്മൾ 25 മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ മോഡൽ എക്സാം മെസ്സേജ് അയക്കുക. അതല്ല സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.